ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. പോരാത്തത് ഇന്ന് ക്രിസ്മസ് ആണ്. സോ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആക്കാം. ക്രിസ്മസ് ആയിട്ട് അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. ഒന്നാമത് ഞാൻ സ്റ്റാർ തൂക്കിയിട്ടില്ല. ഈ പ്രാവശ്യം ഞാൻ സ്റ്റാർ തൂക്കിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. രണ്ടാമത് ഞാൻ 2 ആഴ്ച മുന്നേ എനിക്ക് സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ക്രിസ്മസ് ഡ്രസ്സായി. പിന്നെന്ന് വെച്ചാൽ ഫുഡ് ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ് ബീഫ് ഉണ്ടാക്കാന്ന് വിചാരിക്കുക. അപ്പോൾ സദാജി രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതിന് ഉണ്ടാക്കണം. പിന്നെ ഒന്നാമത് ഇവിടെ ഗ്യാസ് ഇല്ല. സോ ഇൻഡക്ഷനിൽ തന്നെ ഇത് ഉണ്ടാക്കണം. ആദ്യം ബീഫ് ഉണ്ടാക്കിയിട്ട് പിന്നെ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ബീഫ് കഴിച്ചിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഒരു 2-3 തവണയായിട്ടാണ് ഇതിൻ്റെ മുന്നേ റീസെൻ്റായിട്ട് ഞാൻ ബീഫ് കഴിക്കാൻ തുടങ്ങിയത്. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ചിക്കനാണ് എപ്പോഴും ഫേവറേറ്റ്. സോ അതുകൊണ്ട് ഇന്ന് ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ചിക്കൻ തന്നെയാണ് എടുക്കൽ. ബീഫ് ഉണ്ടാക്കി തന്നെ സദാജിക്ക് മാത്രം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ അവർ മാത്രമേ കഴിക്കാറുണ്ടായിട്ടുള്ളൂ. ഇപ്പം കുറച്ചൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഈ ക്രിസ്മസ് ടൈമിൽ ഞാൻ കാലിക്കറ്റിലായിരുന്നു ഉണ്ടായത്. ഈ പ്രാവശ്യം ഞാൻ തമിഴ്നാട്ടിൽ ലൈഫ്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം എവിടെയാണെന്ന് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് കാലിക്കറ്റിലായിരുന്നു വിചാരിക്കുന്നു. ഒന്ന് നോക്കാം. ഇപ്പം സമയം 8:30 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുള്ളൂ. എണീറ്റിട്ട് എനിക്ക് ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സ്റ്റൊമക്കിൽ മെഡിസിൻ എടുക്കാനുണ്ട്. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ആണ് ഞാൻ ഫുഡ് പ്രിപ്പറേഷനിലോട്ട് പോകുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുഡ് ആകണം. അതാണ് കറണ്ട് എങ്ങാനും പോയാൽ പോയി. യെസ്, അപ്പം ഞാൻ ബീഫ് കുറച്ച് നേരത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചായക്ക് വെള്ളം വെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല. ഫോൺ ചാർജ് ഇട്ടതാണ്. അപ്പം രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം മൊബൈൽ നോക്കിയിരുന്ന് ശീലിച്ചിട്ട് എനിക്കിപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്ത ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. കുഴപ്പമില്ല, ചായക്കായി വരുമ്പോഴത്തേക്കും ഫോൺ എടുക്കണം. പിന്നെ എന്താണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ പുഷ്പ കാണാൻ പോയി. ഈ ആഴ്ച ഞാൻ വിടുതൽ പാർട്ട് 2 കാണാൻ പോയി. എനിക്ക് പുഷ്പയാണ് ഫേവറേറ്റ്. പിന്നെ പുതിയൊരു ടോപ്പ് ഉണ്ട്, അത് ഞാൻ എംബ്രോയിഡറി ചെയ്ത് വെച്ചതാണ് നെക്കിന്. സോ അതും ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പം ഇന്ന് ഈ പണി തീർത്തിട്ട് വേണം, ഉള്ള ടൈമിൽ വേണം എനിക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ. ഒന്നാമത് കുറേ നേരം എനിക്കങ്ങനെ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം മെല്ലെ മെഷീൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് നേരം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. എനിക്ക് കാലും അതേപോലെ ബാക്ക് പെയിനും വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് നമുക്ക് നിന്ന് കുറേ നേരം വർക്ക് ചെയ്തിട്ട് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട്, കാല് വേദന വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ 2 തരം വേദന ഉണ്ട് കാലിന്. ഒന്ന് ഞാൻ വീണതിൻ്റെയും അതേപോലെ ഒന്ന് എൻ്റെ വെയിറ്റ് കൂടിയതിൻ്റെ ആ വേദനയുണ്ട്. സോ രണ്ട് ഞാൻ ബാലൻസ് ചെയ്ത് പോകണം. എന്നാലും പെയിനാണ് ഗൈസ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 2024 പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് 2025 കാരണം ഞാൻ കുറച്ച് ഷോർട്സും അതിൻ്റെ വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെന്താണ്, അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 2025 ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് 2024 യെസ്, ഞാൻ 2024 ചായ കുടിക്കുകയാണ്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് സുനിബ്രോ വാങ്ങി തന്ന കപ്പാണിത്. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സദാജി വന്നിട്ടുണ്ട്. കുറേ നേരമായി വന്നിട്ട്. ഞാൻ ഇപ്പോഴാണ് പണിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ടുള്ളൂ. ഇനി ഫുഡ് കഴിക്കണം. കഴിക്കാൻ പോവാ.
സൂപ്പർ നെയ്ച്ചോറാണ് ഗൈസ്, കൂടെ ബീഫ്. വാവ്, പിന്നെ ഇതാണ് മാച്ച് ആയത്. 8 o'clock ആയി ടൈം. ഞങ്ങൾ പുറത്തേക്ക് പോവാണ്, പള്ളിയിലോട്ട് പോവാണ്. സദാജി വന്നിട്ടുണ്ട്. അവിടെ സ്റ്റാറും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പള്ളിയിലൊന്ന് പോകണം. പിന്നെ ഇവിടെയുള്ള സമയങ്ങളിൽ നമ്മൾ ക്രിസ്മസ് ടൈമിൽ നമ്മൾ ചർച്ചിൽ സ്വന്തമായി പോകാറുണ്ട്. ഞാൻ പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണിത്. ഇത് ഞാൻ കൊടുത്താട്ടോ ആരി വർക്ക്. സിമ്പിളായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തതാണ്. അല്ലെങ്കിൽ കുറേ ടൈം എടുത്തിട്ട് നെക്കിൽ തന്നെ എംബ്രോയിഡറി ഞാൻ കൊടുക്കും. പക്ഷെ പക്ക സിമ്പിളാക്കിയതാണ്. ഈ മെറ്റീരിയൽ വരുന്നത് ബനിയൻ ക്ലോത്ത് ആട്ടോ. പക്ഷെ നമ്മൾ നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ടഫാണ്. പിന്നെ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. നമ്മൾ ഇറങ്ങല്ലേ. ഗൈസ്, നമ്മളിപ്പോൾ ചർച്ചിൽ വന്നിട്ടുണ്ട്. ഇവിടെ പണ്ടത്തെ പോലെ എന്താ പറയാ, അധികം ഇതൊന്നും ഇല്ല, ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് പ്രയർ കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മൾ ചർച്ചിലിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളും ക്രൗഡൊന്നുമില്ല. ഇന്നലെ വരികയാണെങ്കിൽ നല്ല ക്രൗഡ് ഉണ്ടാവും. പിന്നെ പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ചർച്ചാണ് കേട്ടോ അത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിപ്പോൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറേ സ്റ്റാറുകളുണ്ട്. ഇനി ന്യൂ ഇയർ ടൈമിലായിരിക്കും പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക. ഇന്നലെ വരണമായിരുന്നു. ആക്ച്വലി ഇത് ക്രിസ്മസിന് തലേന്നല്ല, പിറ്റേന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇന്നലെ ക്രൗഡ് ആയതുകൊണ്ട് അങ്ങോട്ട് വരാഞ്ഞത്. ഗൈസ്, ഇവിടെ ഉണ്ണീഷു കിടക്കുകയാണ്. ഇങ്ങനെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കണം. നമ്മുടെ വീട്ടിലിതില്ല. പൊട്ടും ഇത് താഴെ വീണ. ഇതിന് വരലില്ലടോ. ഇല്ല, ആരോ പൊട്ടിച്ച്. മനസ്സമ്മതം കിടന്ന് ഉറങ്ങാൻ കൂടെ സമ്മതിക്കില്ല ആൾക്കാർ. ഉറങ്ങിക്കാൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്റ്റേജൊക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ന്യൂ ഇയറിൻ്റെ അന്നായിരിക്കും ഇവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവുക. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ച് പഴനിയിൽ. അപ്പം ഇവിടെ വേറെയും ചർച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണല്ലോ ഏറ്റവും വലുത്. വേറെയും ചർച്ചൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ അത്ര ഇതൊന്നും ഉണ്ടാവില്ല. ഡെക്കറേഷൻസും ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്താ പറയുക, കഴിഞ്ഞ കൊല്ലം ഞാൻ കാലിക്കറ്റിലായിരുന്നു. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ ഞാനിവിടെ വന്നപ്പോൾ
ഫുള്ള് ഇതിനെ ചുറ്റും മുഴുവനും ഓരോന്നില്ല, ക്രിസ്മസ് അപ്പൂപ്പനും ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒന്നുമില്ല, ആകപ്പാട് അത് മാത്രമുണ്ട്. പക്ഷെ പുറമേ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഇങ്ങോട്ട് വരാഞ്ഞത്. ഈ സദാജി ബ്ലാക്ക് ടീയും ഞാൻ കോഫിയാണ് ഓർഡർ ചെയ്തത്. പണ്ട് കുറേ ചായ കുടിച്ച് അത്സരമാണോ ബ്ലാക്ക് ടീ കുടിച്ചാൽ അത്സരമാണോ എന്നാണ് ഏറ്റവും ഒരു സമയമാണ്. ഇതിന്റെ പേരെന്താ പറയുക? ഇതിന്റെ പേരാണ് കോളിഫ്ലവർ. തമിഴ് സംസാരിക്കും, തമിഴിൽ. Yeah. நாங்கள் இப்போ சிக்கன் ரைஸ் வாங்கினோம். நம்ம வந்து பார்த்தீங்கன்னா நம்ம இருக்க காலேஜுக்கு ஆப்போசிட்ல ரெகுலராக அவங்க சிக்கன் ரைஸ் வாங்குற ஒரு கடை சிக்கன் ரைஸ் வாங்கி தமிழ் தமிழ் கேட்க எவ்வளோ இந்தியா பார்த்தீங்களா? இதுதான் ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. സദാജി ഇപ്പോൾ ഇവിടെ എല്ലാവരും താഴെ പോയതാണ്, ഒരു ഡോഗിന് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇന്ന് ക്രിസ്മസ് അങ്ങനെ പോയി. ശരിക്കും ഇന്നലെ ആയിരുന്നു ക്രിസ്മസ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചത് ഞാൻ ഇന്നലെയാണ്. പിന്നെ ഇന്നലെ തന്നെ ഈവനിങ് ശേഷം ചർച്ചിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര ക്രൗഡാണ്. അതുകൊണ്ടാണ് ഇന്നലെ അവിടെ പോയാൽ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇതായിരിക്കും, അത്രയും ക്രൗഡായിരുന്നു. അതുകൊണ്ട് ഇന്നിട്ട് പോയിട്ട് വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇന്നലത്തും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനൊരു ക്രിസ്മസ് ഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്നത്. സദാജി വന്നിട്ടുണ്ട്. വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതുപോലത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ബൈ.